ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അന്നൂസും ലല്ലൂസും രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓപ്പൺ ചെയ്ത ചാനലാണ്. പക്ഷേങ്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വീക്സ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് ലല്ലുവിന് ലഞ്ച് ബോക്സ് റെഡിയാക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് തോരനും അച്ചാറും മോരുകറിയൊക്കെ ആയിട്ട് അവൾക്ക് അത് റെഡിയാക്കി. അന്നൂസിന് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടിട്ടേക്കുവാണ്. അത് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. രാവിലെ നല്ല തിരക്കാണ്. കാരണം ഇവർക്ക് 3 പേർക്കും പോകണം. സന്തുവിനും പോകണം, അന്നുവിന് പോകണം, ലല്ലുവിന് പോകണം. അങ്ങനെ നല്ല തിരക്കാണ്. അപ്പം അന്നു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മമ്മി എന്താണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്? അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടാണ് മാവ് അരച്ച് വെച്ചത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആയോ എന്ന് നോക്കുവാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മമ്മി അപ്പം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൾക്ക് വിശക്കും. അവളപ്പം അത് ഇങ്ങനെ ചോദിച്ചിരിക്കും. ഞാനപ്പം പറയും കുളിച്ചിട്ടൊക്കെ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം വിചാരിച്ചു വന്ന് മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ലല്ലുവും അന്നൂസും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്നൂസ് മുറ്റം അടിക്കുകയല്ല, കൊതുകിനെ അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഉടുപ്പൊന്നും ഇവിടെ ഇറങ്ങി നിൽക്കുക. ഭയങ്കര കൊതുകാണ് അവിടെ, ഭയങ്കര കൊതുക്. ചുമ്മാ നിന്നാലും നമ്മളെ കുത്തി അങ്ങ് കൊല്ലും. അങ്ങനെ മുറ്റം അടിച്ചൊക്കെ കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോഴത്തേക്കിന് സന്തു ലല്ലുവിൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്യുകയാണ്. ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സന്തു എന്നെ എല്ലാ ജോലിയിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് നന്നായിട്ട് തന്നെ. അത് പണിക്ക് പോകുന്ന സമയത്താണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാ ജോലിയും ഞങ്ങൾ ഷെയർ ചെയ്തേ ജോലികളൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പമൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെന്തുകൊണ്ടിരിക്കുന്നു. ഞാനപ്പം വെറുതെ ഉളികണ്ണിട്ട് ക്യാമറയിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി. ലല്ലു അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കിച്ചണിൽ വന്നു. ലല്ലുവിനോട് ഞാൻ പറഞ്ഞു, ലല്ലു വീഡിയോ എടുക്കല്ലേ, കിച്ചണെല്ലാം വൃത്തികേടല്ലേ എടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല അതിനെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇനി ഇവർ പോയി കഴിഞ്ഞുള്ള എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ക്ലീനിങ് ആണ്. ആദ്യത്തെ ജോലി ക്ലീനിങ് ആണ്. തുണിയായാലും എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിടും. ഇവർ 3 പേരും പോയി കഴിയുമ്പോൾ അത് സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അതെല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കും. അങ്ങനെ മുട്ടക്കറി ആയിട്ടുണ്ട്. അങ്ങനെ ലല്ലു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാ അമ്മ പാൻറ്റ് അച്ഛ പാൻറ്റ് നമ്മുടെ ജഗതിചേട്ടൻ പറഞ്ഞതുപോലെ അതല്ല ഇത് കേട്ടോ. ഇത് ഞാൻ അവളെ കൊണ്ട് നിർബന്ധിച്ച് നീ തനിയെ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു കയറ്റി ഇടിപ്പിക്കുകയാണ്. ലല്ലു സാധാരണ തനിയാണ് റെഡി ആവാറ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് മമ്മി മുടി ചീകിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. ഇവിടെ ഒരാടെ ഒരുക്കം കണ്ടാൽ തോന്നും ഇവിടെ അന്നൂനാണ് ഫസ്റ്റിൽ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടിയെന്ന്. ഒന്നുമല്ല, 10 മണിക്ക് അംഗനവാടി ചെന്നാൽ മതി. ചേച്ചി ഒരുങ്ങുന്ന കണ്ടതിൻ്റെ കുശുമ്പ് കൊണ്ട് അങ്ങ് ഒരുങ്ങുവാണ്. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് സന്തുവിനും ലല്ലുവിനും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൂസിനോട് ഞാൻ പറഞ്ഞു നിൻ്റെ ബാഗിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ നീ തന്നെ എടുത്ത് വെക്ക് എന്ന് പറഞ്ഞതിന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അന്നൂസിനും അങ്ങനെ വാരി കൊടുത്തു. അന്നൂസും കഴിക്കുന്നുണ്ട്. വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെക്കാത്തതിന് ഞാൻ നല്ല വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് നിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കരുതോ, ചേച്ചി ചെയ്യുന്ന കണ്ടിട്ടില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ കഴിപ്പിച്ച് വിട്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആകൂ. സന്തു ടൂൾസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. സന്തു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണേ. സന്തോഷം എന്ന പേര് നമ്മൾ സ്നേഹം കൂടിയിട്ട് വിളിക്കുന്നതാണ് സന്തു എന്ന്. അപ്പം സന്തുവും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ 4 പേരുമാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നു, നമ്മൾ 4 പേരുമാണ് വീട്ടിലുള്ളത്. 2 കുഞ്ഞുങ്ങളാണ്. ലല്ലു മൂത്തത്, അന്നു ഇളയത്. എൻ്റെ ഹസ്ബൻഡാണ് സന്തോഷ്. സന്തു എന്ന് ഞാൻ വിളിക്കും. സന്തുപ്പപ്പ എന്ന് കുഞ്ഞുങ്ങൾ വിളിക്കും. അപ്പം സന്തുവിനാണെങ്കിൽ പ്ലംബിങ്ങിൻ്റെ വർക്കാണ്. ഇലക്ട്രിക്കിൻ്റെ വർക്ക് കുറച്ചൊക്കെ ഉണ്ട്, കൂടുതലും പ്ലംബിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ലല്ലു അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ മൂലയ്ക്ക് നിന്നാണ് സ്ഥിരമായി പ്രാർത്ഥിക്കാറ്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 9:15 ഉള്ളൂ ഇപ്പോൾ സമയം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവർ പോയില്ലയോ, അപ്പം കുറച്ചൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. തുണികളൊക്കെ മടക്കി വെച്ചു. തോർത്തൊക്കെയാണെങ്കിൽ കുളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടും. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞാനും പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് അന്നുവിനോട് ഞാൻ പറഞ്ഞ് ഇനി നമ്മുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്നു വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ മുടി ചെയ്യാൻ പറ്റുന്നില്ല, തല ഇങ്ങനെ പൊക്കി മേളോട്ട് കൊണ്ടുവരും. അപ്പം ഞാൻ പറഞ്ഞ അന്നു വീഡിയോ ഓഫാക്ക്, അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു എന്നാൽ മമ്മി സൈഡിൽ വെക്കാമെന്നും പറഞ്ഞിട്ട് സൈഡിൽ വെച്ചിട്ട് ഇപ്പം സൈഡിലോട്ട് നോക്കിക്കൊണ്ട് നിന്ന് കോക്രി കാണിക്കുന്നു. എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു അന്നൂസെ അത് നിർത്ത്, നമുക്ക് പോകണം, നടന്നു പോവണ്ടേ, താമസിക്കുമെന്നൊക്കെ പറഞ്ഞപ്പം അന്നൂസ് അന്നേരം അതങ്ങ്
നിർത്തി. പിന്നെ അതുപോലെ തന്നെ ആ, ഉം, കണ്ട ആ പാൻറ് ഊരി കളഞ്ഞിട്ട് വേറെ പാൻറ് എടുത്തിട്ട് വീട് പൂട്ടി ഇറങ്ങിയപ്പോഴാണ് പ്രാർത്ഥിക്കണം എന്നുള്ള വിചാരം വന്നത്. പിന്നെ തിരിച്ച് വീട് തുറന്നിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുടയൊക്കെ പിടിച്ചോണ്ട് നല്ല വെയിലുണ്ട് ഇന്ന്, ഭയങ്കര വെയിലായിരുന്നു. രാവിലെ രാവിലെ നല്ല അതിശക്തമായ വെയിലായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു വെയിലിന്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അന്നൂസ് എൻ്റെ അടുത്ത് പറയും, ഞാൻ അന്നൂസിനോട് പറയും. ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് പാട്ട് പാടി ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഓടി നടക്കും. മമ്മിയെ പിടിക്കാൻ വരാൻ പറയുമ്പോൾ അവൾ പിടിക്കാൻ വരും. അത് കഴിയുമ്പോൾ അവൾ പറയും അവളെ പിടിക്കാൻ ചെല്ലാൻ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത്. നല്ല രസം. ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ നടന്നു പോകാൻ നല്ലതല്ലേ മോനെ. അങ്ങനെ ഒരുപാട് ബട്ടർഫ്ലൈയെ ഞങ്ങൾ കാണും, കിളികളെ കാണും. അങ്ങനെ അന്നൂസ് എന്നും കരയുന്ന അന്നൂസ് ഇന്ന് കരയാതെ രാവിലെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ അവിടം തൊട്ടേ പറഞ്ഞു 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 വന്നുകൊണ്ടായിരിക്കും അന്നൂസ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കയറാൻ പോവാണ്. അന്നൂസിൻ്റെ ടീച്ചറാണ് ഷൈനി ടീച്ചർ, പിന്നെ ലതിക ചേച്ചി. അങ്ങനെ അപ്പോൾ അന്നൂസിൻ്റെ ഫ്രണ്ടാണ് ഋതുക്കുട്ടൻ എന്നാണ് പേര്. ഋതുക്ക് വന്നിട്ടുണ്ട്. ഒരു ഹായ് ഒക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പുലിയാണെന്നാണ് പറയുന്നത് എല്ലാവരോടും. ഞാൻ പുലിയാണ്, എൻ്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയും. ഭയങ്കര പ്രൊട്ടക്ഷനാണ് കൂട്ടുകാർക്കല്ല. അപ്പം കുട്ടികളൊന്നും ഇന്ന് വന്നിട്ടില്ല, കാരണം അവർക്കൊക്കെ പനിയൊക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കാര്യം പറഞ്ഞ്. അത് ഋതുവിൻ്റെ അമ്മയാണ്. വീട്ടിൽ വന്ന് നനച്ച് വെച്ച തുണികളെല്ലാം പെട്ടെന്ന് വിരിച്ചു. എൻ്റെ തുണി വിരിക്കൽ കണ്ടിട്ടായിരിക്കണം സൂര്യൻ അപ്പോഴേ ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ മഴക്കാറ് പോലെ ഇങ്ങനെ മൂടിക്കെട്ടി വന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തുണിയൊക്കെ മാറ്റി വിരിച്ചിട്ട് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് കയറി. കറി വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് കയറിയത്. പക്ഷേ പിന്നെ ഞാനതങ്ങ് മാറ്റിയെടുത്തു. ഒരു ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ ചക്ക വേവിക്കാൻ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചക്ക വെട്ടാൻ എനിക്ക് മടിയായി. അങ്ങനെ ഉച്ചയാകാറായി. ഉച്ചയെന്ന് പറഞ്ഞാൽ 2 മണിയൊക്കെ കഴിഞ്ഞ് 2:30 ആയപ്പോഴാണ് സന്തു ഉണ്ണാൻ വരുന്നത്. രസവും ഉണ്ടാക്കി, മീനും വറുത്ത്, ബീൻസ് തോരനും വെച്ചു. സന്തു വന്നിട്ട് കഴിച്ചിട്ടങ്ങ് പോയി. ഞാൻ പിന്നെ അന്നൂസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഋതു ഇതുപോലെ ഉറങ്ങി എണീറ്റിരിക്കുന്നു, അന്നൂസ് ഉറങ്ങി എണീറ്റിരിക്കുക. ഋതുവിന് ഉറക്കത്തിൽ നിന്ന് എണീറ്റത് കൊണ്ടായിരിക്കും ഋതുവിന് ഒരു ചമ്മലൊക്കെ. എന്നിട്ട് വീഡിയോയിലൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അവന് 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുഞ്ഞാവന്. അപ്പോൾ അന്നൂസിന് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് അന്നൂസിൻ്റെ അടുത്തോട്ട് ചെല്ലാനാണ്. അപ്പോൾ ഉറങ്ങിയിട്ടാവും അവന് മടിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് പറയാൻ പറഞ്ഞു, അംഗൻവാടിയിൽ നിന്ന് പോയപ്പോൾ ഋതുവിൻ്റെ അമ്മയാണ് എന്നെ വീട്ടിലാക്കിയത്. അങ്ങനെ വീട്ടിൽ വന്നു. വൈകുന്നേരം നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് അന്നു പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുക. ചേച്ചിയെ വെയിറ്റ് ചെയ്യുക. ഉടുപ്പിടാണ്ട് ഇറങ്ങണ്ട, കൊതുക് കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടുപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ വണ്ടിയുടെ പിന്നാലെയാണ് അന്നു ഈ വണ്ടി എടുത്താണ് കളിക്കുന്നത്. അങ്ങനെ ലല്ലു വന്നിട്ടുണ്ട്. അവൾ ആ ഗ്യാപ്പിലൂടെ നോക്കിക്കൊണ്ടിരിക്കുക, ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ. പിന്നെ സന്തു അവളെ വിട്ടിട്ട്, സന്തു അങ്ങ് പണി സൈറ്റിൽ നിന്ന് വരുന്ന വഴിയാണേ ലല്ലുവിനെ വിളിച്ചുകൊണ്ട് സന്തു പിന്നെ അങ്ങ് തിരിച്ച് പണിക്ക് പോയി. ലല്ലു മിക്കവാറും സ്കൂളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഞാൻ ലല്ലുവിന് അങ്ങനെ സ്നാക്സ് ഒന്നും അധികം കൊടുക്കാറില്ല, ചായയും കൊടുക്കാറില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഇവൾക്ക് ചോറ് കൊടുക്കും. കാരണം ഇവൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഇവൾക്ക് ചോറ് പൊതുവേ താല്പര്യമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചോറ് ഇവൾ കഴിക്കുമെന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് വരുമ്പം തന്നെ കുളിച്ച് വരുമ്പോൾ ഞാൻ ചോറ് വാരി കൊടുക്കാറാണ് പതിവ്. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു മോൻ അങ്ങ് കഴിച്ചിട്ട് പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ട്യൂഷന് പോയതാണ്. ഇന്ന് തനിയാണ് ട്യൂഷന് പോയത്, സൈക്കിളിൽ. തനിയെ പോകുമ്പോൾ എനിക്കങ്ങ് പേടിയാണ്. ഞാനതിന് പിന്നല്ല പറഞ്ഞ അമ്മ പേടിക്കേണ്ട, ഞാൻ പൊക്കോളാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ചക്ക. അങ്ങനെ ചക്ക വേവിക്കാനൊന്നും പറ്റിയില്ല, അതിനി പഴുപ്പിക്കാം. അങ്ങനെ വീട്ടിലെ പിന്നെ തുണി യൂണിഫോമൊക്കെ കഴുകിയിട്ടു. അന്നൂസ് അംഗൻവാടി കൊണ്ടുപോയതൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലല്ലുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ട്യൂഷൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ലല്ലു ട്യൂഷന് ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ്, ഞങ്ങളെ മൈൻഡ് പോലും ചെയ്ത് അവൾ അങ്ങ് സ്പീഡിൽ പോയി. അന്നൂസ് അപ്പോൾ അവിടെ കിടന്നിട്ട് കരഞ്ഞ് എന്നെ കൂടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവൾ അന്നുവിനെയും കയറ്റിക്കൊണ്ട് പോവുക. ഭയങ്കര സ്പീഡിലാണ് ചവിട്ടുന്നത്. ഞാൻ കണ്ടിട്ട് വഴക്ക് പറഞ്ഞ്. അന്നു ആണെങ്കിൽ സൈക്കിളിൽ ഇരുന്ന് വലിയ വായിൽ അലർന്നുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നീ അങ്ങ് പൊയ്ക്കോ, ഞങ്ങൾ വന്നോളാം എന്നും പറഞ്ഞ് എൻ്റെ നിന്ന് പിന്നെ അവൾ ഫോൺ വാങ്ങിച്ചിട്ട് ബട്ടർഫ്ലൈയുടെ വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞ് മേടിച്ചിട്ട് ഞങ്ങൾ പോകുന്ന വീഡിയോ പകർത്തി. ഗൈസ് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ലല്ലു അന്നുവും വന്നു. ഞാനങ്ങനെ 4 മണിക്ക് ഇവർക്ക് മിക്കവാറും ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. എന്തെങ്കിലുമൊക്കെ അവർ കഴിക്കട്ടെന്ന് ഓർത്ത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുക്കും, അതാണ് പതിവ്. അപ്പോൾ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു, അവരെന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് നമ്മളെ അറിയിക്കണം. തെറ്റാണേലും ശരിയാണേലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയണം. ഓക്കെ, ബൈ.